നമസ്കാരം. ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കളമശ്ശേരി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച 2 പേർ കൂടി പിടിയിൽ. പ്രധാന പ്രതി ഒളിവിൽ തന്നെ. അഭിരാജിനെ പുറത്താക്കിയ SFI. കഞ്ചാവ് വിറ്റത് ഓഫർ നിരക്കിൽ. നിർണായകമായത് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്ത്. കടക്കൽ ക്ഷേത്രോത്സവത്തിലെ വിപ്ലവഗാനത്തിൽ നടപടിയുണ്ടാകും. സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് VD സതീശൻ. ഗവർണർക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ്. കണ്ണൂരും ഉത്സവത്തിനിടെ പാർട്ടി കൊടിയും പാട്ടും. ആശാ വർക്കർക്ക് ജപ്തി നോട്ടീസ് അയച്ച് കേരള ബാങ്ക്. വിരട്ടാനുള്ള നീക്കമെന്ന് ആശാപ്രവർത്തകർ. സമരത്തിനെതിരെ EP ജയരാജൻ. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. അതിനെ ഞങ്ങൾക്ക് ഒരിക്കലും ആ സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല. EPക്ക് മറുപടിയുമായി സമരക്കാർ. ജയരാജ സാറിന് ഒന്നും അറിയില്ല. പണ്ട് ഈ സിനിമ പറഞ്ഞത് അതൊരു കുഞ്ഞാ, ഒരു ചുക്കും അറിയില്ല. സെക്രട്ടേറിയറ്റ് ഉപരോധം മറ്റന്നാൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശരീരഭാഗങ്ങൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ നടപടി. ഒരു ജീവനക്കാരന് സസ്പെൻഷൻ. അയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരനിൽ നിന്ന് കണ്ടെത്തി. മോഷണശ്രമത്തിന് കേസെടുത്ത് പോലീസ്. ലവ് ജിഹാദ് പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കില്ല. കേസെടുക്കേണ്ട ഒന്നുമില്ലെന്ന് നിയമോപദേശം. BJP നേട്ടമാക്കുമെന്ന് സർക്കാർ വിലയിരുത്തൽ. മുസ്ലിം ലീഗ് ഹൈക്കോടതിയെ സമീപിച്ചേക്കും. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. എല്ലാ ജില്ലയിലും വേനൽ ചൂട് കൂടി. ജാഗ്രതാ നിർദ്ദേശവുമായി കാലാവസ്ഥാ വകുപ്പ്. വേനൽ മഴയിൽ പ്രതീക്ഷയർപ്പിച്ച് കർഷകർ. എമ്പുരാൻ റിലീസിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. ശ്രീഗോകുലം മൂവീസ് തിയേറ്ററുകളിലെത്തിക്കും. റിലീസ് തീയതിയിൽ മാറ്റമില്ല. കർണാടകയിൽ സർക്കാർ കരാറുകളിൽ മുസ്ലിം സംവരണം. 4% സംവരണം നൽകാൻ മന്ത്രിസഭാ അംഗീകാരം. തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി BJP. പ്രീണന രാഷ്ട്രീയമെന്ന് വിമർശനം. സ്പേസ് എക്സ് ക്രൂ 10 വിക്ഷേപിച്ചു. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും മടക്കിയെത്തിക്കുക പ്രധാന ലക്ഷ്യം. പേടകത്തിൽ 4 ബഹിരാകാശ സഞ്ചാരികൾ. വാർത്തയിലേക്ക് വിശദമായി. പോളിടെക്നിക്കിലെ ലഹരി വേട്ടയിലെ പ്രധാന പ്രതിയായ കൊല്ലം സ്വദേശിക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. കോളേജിൽ ലഹരി എത്തിച്ച 2 വിദ്യാർത്ഥികളെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാന പ്രതിയെ പറ്റിയുള്ള വിവരം ലഭിച്ചത്. അതേസമയം കേസിൽ പ്രതിയായതിനെ തുടർന്ന് അഭിരാജിനെ SFIയിൽ നിന്ന് പുറത്താക്കി. ആദ്യം അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. ആഷിഖും ഷാരിഖുമാണ് കോളേജിൽ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇവരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നും കൂടുതൽ ആളുകൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും തൃക്കാക്കര ACP PV ബേബി. കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത് വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുള്ളൂ. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്താൻ പാകമല്ല എന്നുള്ള കാര്യം ഒന്നറിയുക. കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. ഇയാൾ ഒളിവിലാണ്. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്നാണ് ആഷിഖും ഷാരിഖും മൊഴി നൽകിയത്. ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽക്കുന്നത് ഓഫറിലാണെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. മുൻകൂറായി പണം നൽകുന്നവർക്കാണ് ഓഫർ ആനുകൂല്യം ലഭിക്കുക. മുൻകൂറായി പണം നൽകിയാൽ 500 രൂപയുടെ കഞ്ചാവ് 300 രൂപയ്ക്ക് ലഭിക്കും. അതേസമയം ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നെന്ന് സൂചന നൽകി പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ് കേസിൽ നിർണായകമായത്. വെള്ളിയാഴ്ച കോളേജിൽ നടക്കുന്ന ഹോളി ആഘോഷത്തിൽ മദ്യവും ലഹരിമരുന്നും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാകുമെന്നും വിദ്യാർത്ഥികൾ അതിനായി പണപ്പിരിവ് നടത്തിയെന്നും പ്രിൻസിപ്പൽ കൊച്ചി DCPക്ക് അയച്ച കത്തിൽ പറയുന്നു. റിമാൻഡിൽ കഴിയുന്ന 1ാം പ്രതി ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.
കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ യൂണിയൻ ഭാരവാഹി അഭിരാജിനെ SFI പുറത്താക്കി. അതേസമയം മാധ്യമങ്ങൾ SFIയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് വാർത്തകൾ നൽകുന്നതെന്ന വിമർശനവുമായി സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് രംഗത്തെത്തി. പിടിയിലായ ഷാരിഖ് KS യൂണിറ്റ് സെക്രട്ടറിയാണെന്നും അത് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പങ്കുവച്ചിട്ടും മാധ്യമങ്ങൾ മൗനം പാലിച്ചെന്നും PS സഞ്ജീവ് കുറ്റപ്പെടുത്തി. ഇന്ന് രാവിലെ തൊട്ട് അറസ്റ്റിലാക്കപ്പെട്ട ഈ ഷാലിഖുമായി ബന്ധപ്പെട്ട് അയാൾ പൂർവ്വ വിദ്യാർത്ഥി എന്നല്ലാതെ അയാൾ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നെന്നോ അയാൾ അവിടുത്തെ നേതാവായിരുന്നെന്നോ മെമ്പർഷിപ്പ് വാങ്ങുന്ന ഫോട്ടോ ആരാ കാണാത്തത്? മെമ്പർഷിപ്പ് കൊടുക്കുന്ന നേതാവ് നിസാരനായ നേതാവ്. ഈ പറഞ്ഞ ആളുകൾ ഒക്കെയാണ് ഇതിന്റെ ഹോൾസെയിൽ ഡീലർമാർ. ന്യൂസ് 18 കൊച്ചി. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി 8 ദിവസത്തിനിടെ സംസ്ഥാനത്ത് പിടികൂടിയത് 1.9 കോടിയുടെ ലഹരിമരുന്ന്. ഇന്നും വിവിധയിടങ്ങളിൽ നടന്ന പരിശോധനയിൽ മയക്കുമരുന്നടക്കം പിടികൂടി. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടപടി ശക്തമാക്കുമ്പോഴും ഓരോ ദിവസവും പിടിച്ചെടുക്കുന്ന ലഹരിയുടെ അളവിൽ കുറവില്ല. കണ്ണൂരിലെ നുച്ചിയാട് വാടക വീട് കേന്ദ്രീകരിച്ച് MDMA വിറ്റ യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിലായി. മുബഷീർ, ഹക്കീം, കോമള എന്നിവരാണ് പിടിയിലായത്. പുനലൂരിൽ 30 കിലോ കഞ്ചാവ് വിൽക്കാൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതി മൈനാഗപ്പള്ളി സ്വദേശി ഷിബുവും അറസ്റ്റിലായി. വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം കേരളത്തിലെത്തിയപ്പോഴാണ് ഇയാൾ വലയിലായത്. എറണാകുളം ചേരാനെല്ലൂരിൽ യുവാവ് പിടിയിലായത് 1 കിലോ കഞ്ചാവുമായി. കൊല്ലം പ്ലാച്ചേരി സ്വദേശി കൃഷ്ണകുമാറിൽ നിന്ന് പിടിച്ചതിൽ 120 ഗ്രാം MDMAയും. ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിൽ 8 ദിവസത്തിനിടെ 1.9 കോടിയുടെ ലഹരി മരുന്നാണ് പിടികൂടിയത്. പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുമായി സഹകരിച്ച് നടത്തിയ റെയ്ഡിലാണ് ലഹരിമരുന്ന് പിടിച്ചത്. മാർച്ച് 5 മുതൽ 12 വരെ 3568 റെയ്ഡാണ് എക്സൈസ് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആലപ്പുഴയിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നും MDMA കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം അട്ടിമറിച്ച സൌത്ത് പോലീസ്. നർക്കോട്ടിക് ഡ്രഗ്സ് കേസുകളിൽ കൈക്കൊള്ളേണ്ട പ്രാഥമിക നടപടിക്രമങ്ങൾ പോലും സൌത്ത് പോലീസ് പാലിച്ചില്ല. മാത്രമല്ല, വിൽപ്പന നടത്തുന്നുവെന്ന് കണ്ടെത്തിയിട്ടും ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായുള്ള തുടർ പരിശോധനകളും ഉണ്ടായില്ല. കേസിൽ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുക മാത്രമാണ് സൌത്ത് പോലീസ് ചെയ്തത്. കഴിഞ്ഞ 2-ന് മാരക ലഹരി വസ്തുവായ MDMAയുമായി CPM മുനിസിപ്പൽ സ്റ്റേഡിയം ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് അറസ്റ്റിലായ കേസിലാണ് പോലീസ് ഒത്തുകളി. ഹരിപ്പാട് നിന്നും മയക്കുമരുന്നുമായി അറസ്റ്റിലായ വ്യക്തി നൽകിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിഘ്നേഷിനായുള്ള തിരച്ചിലും മയക്കുമരുന്ന് കണ്ടെത്തലും. നർക്കോട്ടിക് കേസുകളിൽ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ വേണം പ്രതിയുടെ ദേഹപരിശോധനയും മയക്കുമരുന്നിന്റെ അളവുൾപ്പെടെ തിട്ടപ്പെടുത്തലുമെന്നിരിക്കെ ഈ കേസിൽ ഇതുണ്ടായില്ലെന്ന് മാത്രമല്ല, അറസ്റ്റ് വിവരം ചുമതലയുള്ള സ്റ്റേഷൻ ഓഫീസറിൽ നിന്നുവരെ ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് മറച്ചുവെച്ചു. സ്റ്റേഷൻ ജാമ്യം നൽകി വിഘ്നേഷിനെ വിട്ടയച്ച ശേഷമാണ് ഇക്കാര്യങ്ങൾ സ്റ്റേഷനിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ വരെ അറിയുന്നത്. MDMA വിൽപ്പന നടത്തിയ പണം കണ്ടെടുത്തുവെന്ന് പോലീസ് പറയുമ്പോഴും വിഘ്നേഷിന്റെ പോക്കറ്റിൽ നിന്ന് കണ്ടെത്തിയ ലഹരി വസ്തുവിനപ്പുറം കൂടുതൽ അളവിൽ ഉണ്ടായിരുന്നോ എന്നുള്ള തുടർ പരിശോധനകൾ നടന്നിട്ടില്ല. FIR പ്രകാരം വിഘ്നേഷ് പിടിക്കപ്പെടുന്നത് EMS സ്റ്റേഡിയത്തിന്റെ മുൻഭാഗത്തു നിന്നാണ്. എന്നാൽ വിഘ്നേഷിന്റെ വാഹനം, വീട് എന്നിവ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും ഉണ്ടായില്ല. പിടിക്കപ്പെടുന്ന സമയത്ത് വിൽപ്പന നടത്തിയ പണം കണ്ടെടുത്തിട്ടും ഇതിന്റെ സോഴ്സ് കണ്ടെത്താനോ ഏറ്റവും പ്രാഥമികമായി പ്രതിയുടെ മൊബൈൽ ഫോൺ സീസ് ചെയ്യാനോ പോലീസ് മുതിർന്നില്ല. വിഘ്നേഷിന് വിൽപ്പനയ്ക്കായി ലഹരി എത്തിച്ചവരുടെ കോൺടാക്റ്റിലേക്ക് പോകാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവും ഉണ്ടായില്ല. CDR രേഖകൾ പരിശോധിക്കുകയോ ബാങ്ക് ട്രാൻസാക്ഷൻ, പണമിടപാടിനുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ എന്നിവയുടെ പരിശോധനകളിലേക്കോ സൌത്ത് പോലീസ് കടന്നതേയില്ല. പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിനായി CPM ഇടപെടൽ നടന്നുവെന്ന ഗുരുതര ആക്ഷേപം നിലനിൽക്കെയാണ് അന്വേഷണത്തിലെ വീഴ്ചകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. ഓപ്പറേഷൻ ഡീഹണ്ട് എന്ന പേരിൽ സർക്കാർ ലഹരിയുടെ ഉറവിടം കണ്ടെത്തുന്നതിനായി പരക്കം പാച്ചിൽ നടത്തുന്നതിനിടയിലാണ് കോടതിയിൽ നിന്ന് പോലും ഊരിപ്പോകത്തക്ക രീതിയിൽ കേസ് ഫ്രെയിം ചെയ്തുകൊണ്ട് CPM ബ്രാഞ്ച് സെക്രട്ടറിക്കായുള്ള സൌത്ത് പോലീസിന്റെ പ്രത്യേക ഇളവ്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിലെ വിപ്ലവ ഗാനത്തിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സംഭവം ദേവസ്വം വിജിലൻസ് അന്വേഷിക്കും. ഉത്സവം രാഷ്ട്രീയവൽക്കരിച്ചെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ഗവർണർക്ക് പരാതി നൽകി. BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് CPM എന്ന് VD സതീശൻ വിമർശിച്ചു. കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ഉത്സവ ദിനത്തിൽ ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഗായകൻ അലോഷി അവതരിപ്പിച്ച സംഗീത പരിപാടിയിൽ വിവാദം അവസാനിക്കുന്നില്ല. പ്രചരണ ഗാനങ്ങൾക്കൊപ്പം സ്റ്റേജിലെ LED വാളിൽ DYFIയുടെ കൊടിയും CPMന്റെ ചിഹ്നവും പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ്
തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലപാട് വ്യക്തമാക്കിയത്. സംഭവത്തിൽ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഉറപ്പ്. ഇത് ഉപദേശസമിതിയുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഉപദേശസമിതിയാണ്. ആ ഉപദേശസമിതിയോട് നമ്മൾ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവും നടത്തുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരെന്ന് വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാവും. ഏത് ക്ഷേത്രങ്ങളിലായാലും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിയോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ദേവസ്വം ബോർഡിന് നിർബന്ധമാണ്. അത് കോടതിയുടെ കൃത്യമായ വിധിയാണ്. ക്ഷേത്രത്തിലെ രാഷ്ട്രീയ പ്രചരണത്തിൽ ഗവർണർ ഇടപെടണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആദർശ് ഭാർഗവൻ ഗവർണർക്കും ദേവസ്വം മന്ത്രിക്കും പരാതി നൽകി. ബിജെപിക്ക് അവസരമൊരുക്കാനാണ് CPM ശ്രമമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. നാണംകെട്ട പാർട്ടി അവിടെ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി. BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇവരൊന്നും പാട്ടുപാടാൻ വേറെ സ്ഥലമൊന്നുമില്ലേ? അമ്പലത്തിലെ ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലെ ഗാനമേളൊക്കെയാണ് പുഷ്പനെ അറിയാമോന്ന് ചോദിക്കുന്നത് ഭക്തജനങ്ങളോട്. വേറെ പണി നോക്കാൻ പറയും. ഇവര് ഏത് ലോകത്തെ ജീവിക്കുന്നത്? അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുക. അതാ പ്രശ്നം. പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം. ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ വിവാദത്തെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിലും എതിർത്തും അനുകൂലിച്ചും വാക്പോര് മുറുകുകയാണ്. ന്യൂസ് 18 കൊല്ലം. അതേസമയം കണ്ണൂർ കതിരൂർ പുല്ല്യോട്ട് ശ്രീകുറുമ്പ ക്ഷേത്ര ഉത്സവത്തിൽ രാഷ്ട്രീയം കലർത്തി CPMഉം RSSഉം ഒരുമിച്ച് രംഗത്ത്. കലശം വരവിൽ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തി ഇരുവിഭാഗങ്ങളും രംഗത്തു വന്നു. കഴിഞ്ഞ ദിവസം താലപ്പൊലി മഹോത്സവത്തിൽ CPM പതാകയും ഗാനവും ഉയർന്നപ്പോൾ ഹിന്ദു ഐക്യവേദി പരാതിപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ RSSഉം രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉത്സവത്തിലേക്ക് കൊണ്ടുവന്നത്. ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കനത്ത വിമർശനമാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത്. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്നവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ നീക്കമെന്ന് ആശാവർക്കർമാർ. സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് തന്നെയാണ് സമരക്കാരുടെ പ്രതീക്ഷ. മറ്റന്നാളാണ് ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം. ആശമാരുടെ സമരം അനാവശ്യമെന്ന് ആവർത്തിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ രംഗത്തെത്തി. ആശാവർക്കർമാരുടെ സമരാവേശത്തിന് തെല്ലും കുറവില്ല. 34ാം ദിനത്തിലും സമരം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. സെക്രട്ടേറിയറ്റ് ഉപരോധത്തിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ആശമാർ എത്താതിരിക്കാൻ CITUവിന്റെ ഭീഷണി നിലനിൽക്കുന്നുവെന്ന് ആശാവർക്കർമാർ ആരോപിക്കുന്നു. കൊല്ലം ജില്ലയിൽ അവിടുത്തെ DPMന്റെ നേതൃത്വത്തിൽ നേരിട്ടിറങ്ങി ഈ സമരത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള സർവ്വവിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. DPM നേരിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സെന്ററുകളിലും പോയി സമരത്തിൽ പങ്കെടുക്കുന്നവരെ വിളിച്ചിരുത്തി അവരെ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കും. ഇതിനിടെ ആശമാരുടെ സമരം അനാവശ്യമെന്ന് EP ജയരാജൻ ആവർത്തിച്ചു. ചിലരുടെ തലയിൽ ഉദിച്ച രാഷ്ട്രീയ ബുദ്ധിയാണിതെന്നും ജയരാജൻ. ഈ തെറ്റായ നിലയിൽ ആ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നിരുത്തി വേണ്ടാത്ത സമരത്തിന് ഞങ്ങൾ എതിരൊന്നുമല്ല. പക്ഷെ അനാവശ്യവും ആവശ്യമില്ലാത്ത സമയത്ത് നടത്തിയ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ചിലരുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചു വന്നതാണ്. അതിന് ഞങ്ങൾക്കൊരിക്കലും ആ സമരത്തെ അംഗീകരിക്കാൻ കഴിയില്ല. EPയുടെ വിമർശനത്തിന് ആശാവർക്കർമാരുടെ മറുപടി ഇങ്ങനെ: ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. ഞാൻ പക്കാ കമ്മ്യൂണിസ്റ്റ് ഏരിയയാണ്. എന്റെ അവകാശത്തിനാണ് ഞാൻ വന്നത്. ഞാനല്ലാതെ പാർട്ടിക്ക് വിരുദ്ധമായിട്ടല്ല. എന്റെ അവകാശം വാങ്ങാൻ, ഞാൻ കഷ്ടപ്പെടുന്ന എന്റെ അവകാശം വാങ്ങാൻ മാത്രമാണ് ഞാൻ വരുന്നത്. എല്ലാവരും അതുപോലെയാണ്. എന്താണ് ആ പാർട്ടി പറയാതിരിക്കുന്നത്? ഞങ്ങളുടെ അവകാശം, ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ അധ്വാനിച്ച പൈസ ഞങ്ങൾ വന്നത്, അല്ലാതെ ഞങ്ങൾ കൂടുതലൊന്നും ആവശ്യപ്പെടുന്നില്ല. ഈ ജയരാജ സാറിന് ഒന്നും അറിയില്ല. ഈ ആരെ പണ്ട് ഈ സിനിമ പറഞ്ഞത് അതൊരു കുഞ്ഞാ, ഒരു ചുക്കും അറിയില്ല കേട്ടാ, കുഞ്ഞു വാവയാ. അതേസമയം സമരം ചെയ്യുന്ന ആശാപ്രവർത്തകയ്ക്ക് കേരള ബാങ്ക് ജപ്തി നോട്ടീസ് അയച്ചു. പാലോട് സ്വദേശി അനിതാകുമാരിക്കാണ് വീട് 7 ദിവസത്തിനകം ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് ബാങ്ക് നോട്ടീസ് കൈമാറിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. കർണാടകയിൽ സർക്കാർ പ്രവൃത്തികളുടെ ടെൻഡറുകളിൽ 4% മുസ്ലിം വിഭാഗത്തിന് സംവരണം ചെയ്യും. ഇതിന് കർണാടക മന്ത്രിസഭ അംഗീകാരം നൽകി. നിലവിൽ പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്കാണ് സംവരണമുള്ളത്. ഇതിനൊപ്പമാണ് ഇനി മുസ്ലിം വിഭാഗത്തിനും സംവരണം നൽകുന്നത്. സർക്കാർ തീരുമാനത്തോട് കടുത്ത എതിർപ്പുമായി BJP രംഗത്തെത്തി. സർക്കാരിന്റെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് തീരുമാനമെന്ന് BJP വിമർശിച്ചു.
ലോകത്തിന്റെ കാത്തിരിപ്പിന് വിരാമമാകാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. സുനിത വില്യംസും ബുച്ച് വിൽമോറും ബുധനാഴ്ച ഭൂമിയിൽ മടങ്ങിയെത്തും. ഇവരെ തിരിച്ചെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സ്പേസ് എക്സ് ക്രൂ 10 പേടകം വിജയകരമായി വിക്ഷേപിച്ചു. 8 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെട്ട് 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. ഇവർ മടങ്ങിയെത്തിയെന്ന വാർത്ത കേൾക്കാൻ നിമിഷങ്ങളെണ്ണി കാത്തിരിക്കുകയാണ് ലോകം. ഇവരെ തിരിച്ചെത്തിക്കുന്ന സ്പേസ് എക്സ് ക്രൂ 10 പേടകം വിജയപഥത്തിലെത്തി. ഇന്ത്യൻ സമയം പുലർച്ചെ 4:30 നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ക്രൂ 10മായി ഫാൽക്കൺ 9 പറന്നുയർന്നു. പുതിയ 4 ബഹിരാകാശ സഞ്ചാരികളും പേടകത്തിലുണ്ട്. നാസയുടെ ആൻ മക്ലിനും നിക്കോളാസ് അയേഴ്സും, ജപ്പാന്റെ ടക്കുവ ഒനീഷി, റഷ്യയുടെ കിറിൽ പെസ്കോവ് എന്നിവരും ഒപ്പമുണ്ട്. ഇവർ അടുത്ത 6 മാസക്കാലം ബഹിരാകാശ നിലയത്തിൽ തുടരും. പുതിയ സംഘത്തിന് ചുമതല കൈമാറിയ ശേഷമായിരിക്കും സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും മടക്കയാത്ര. 2024 ജൂണിലാണ് സുനിതയും ബുച്ച് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. ബോയിംഗ് സ്റ്റാർലൈനറിന്റെ ഹീലിയം ചോർച്ചയും സഞ്ചാരവേഗം ക്രമീകരിക്കുന്ന ത്രസ്റ്ററുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതും ഇവരുടെ മടക്കയാത്ര പ്രതിസന്ധിയിലാക്കി. 9 മാസത്തിനു ശേഷം നിരവധി നേട്ടങ്ങളുമായാണ് ഇരുവരും ഭൂമിയിലേക്ക് മടങ്ങിയെത്തുന്നത്. 62 മണിക്കൂറും 9 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന റെക്കോർഡ് സൃഷ്ടിച്ചു സുനിത. 900 മണിക്കൂർ നീണ്ട ഗവേഷണം. 260 ദിവസത്തിലധികം ചെലവഴിച്ച ശേഷം മടങ്ങിയെത്തുമ്പോൾ ആരോഗ്യ സംബന്ധമായ നിരവധി വെല്ലുവിളികളും ഇവർ നേരിടും. ഭൂമിയിലെത്തിയ ശേഷം ശാരീരികമായി പഴയ സ്ഥിതിയിലേക്ക് മടങ്ങിവരാൻ 3 മാസത്തിലധികം വേണ്ടിവരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വേനൽ ചൂട് കടുത്തതോടെ സംസ്ഥാനത്ത് താപനില മുന്നറിയിപ്പ് തുടരുന്നു. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിയെ തുടർന്ന് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ലവ് ജിഹാദ് പരാമർശത്തിൽ PC ജോർജിനെതിരെ കേസെടുക്കില്ല. ജോർജിന്റെ പ്രസംഗത്തിൽ കേസെടുക്കേണ്ടതായി ഒന്നുമില്ലെന്ന് നിയമോപദേശം ലഭിച്ചതോടെയാണ് പോലീസിന്റെ തീരുമാനം. ജോർജിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗും തീരുമാനമെടുത്തിട്ടില്ല. PC ജോർജിന് ആശ്വാസമാകുന്നതാണ് പോലീസിന്റെ തീരുമാനം. മീനച്ചിൽ താലൂക്കിൽ നിന്ന് 400ഓളം കുട്ടികൾ ലവ് ജിഹാദിലൂടെ നഷ്ടമായിട്ടുണ്ട് എന്ന പരാമർശത്തിൽ കേസെടുക്കില്ല. ജോർജ് പറഞ്ഞതിൽ മതവിദ്വേഷം ജനിപ്പിക്കുന്ന ഒന്നുമില്ല എന്ന് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നു. പരാതികൾ കൂടിയതോടെ നിയമോപദേശം തേടുകയായിരുന്നു. ഈ നിയമോപദേശത്തിൽ ആണ് കേസെടുക്കാൻ തക്കവണ്ണം പരാമർശമില്ല എന്ന് വ്യക്തമാകുന്നത്. ജോർജിന് പിന്തുണയുമായി BJPക്ക് പുറമെ സിറോ മലബാർ സഭയും രംഗത്തു വന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ജോർജ് പറഞ്ഞത് വസ്തുതയാണ് എന്നായിരുന്നു സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക പ്രസ്താവന. ഇതിന് പിന്നാലെ തിടുക്കത്തിൽ കേസെടുത്ത് കോടതിയിൽ നിന്ന് തിരിച്ചടിയുണ്ടായാൽ BJPക്ക് രാഷ്ട്രീയ നേട്ടം ആകുമെന്നും സർക്കാർ വിലയിരുത്തി. അതേസമയം മുസ്ലിം ലീഗിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. PC ജോർജിനെതിരെ ലീഗ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ന്യൂസ് 18 കോട്ടയം. G. സുധാകരന് മറുപടിയുമായി KV തോമസ്. വേതനത്തെക്കുറിച്ച് സുധാകരൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് എന്ന് KV തോമസ് പ്രതികരിച്ചു. അധ്യാപകർക്കും ജനപ്രതിനിധികൾക്കും അനുവദിച്ച പെൻഷൻ വാങ്ങുന്ന വ്യക്തിയാണ് താൻ. 1,25,000 രൂപ പെൻഷൻ മാസം തോറും ലഭിക്കുന്നുണ്ട്. ഡൽഹിയിലെ പ്രതിനിധി എന്ന നിലയിൽ ക്യാബിനറ്റ് റാങ്കിൽ ഒരു മന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും തനിക്ക് ആവശ്യപ്പെടാമായിരുന്നു. അങ്ങനെ വന്നാൽ നിലവിലുള്ള MP, MLA പെൻഷൻ വേണ്ടെന്ന് വെക്കേണ്ടി വരും. പ്രത്യേക പ്രതിനിധിയുടെ കാലയളവ് കഴിയുമ്പോൾ പെൻഷൻ പുനഃസ്ഥാപിക്കുന്നത് എളുപ്പമല്ല. അതിനാലാണ് പ്രതിഫലം വേണ്ടെന്ന് വെച്ചതെന്ന് G. സുധാകരൻ അയച്ച കത്തിൽ KV തോമസ് ചൂണ്ടിക്കാട്ടി. മോഹൻലാൽ ചിത്രം എമ്പുരാനിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറി. ലൈക്ക പിന്മാറുന്നതോടെ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ ലൈക്കയുടെ ഷെയർ ഏറ്റെടുക്കും. നിർമ്മാണത്തിൽ അവസാന നിമിഷം പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെങ്കിലും റിലീസ് തീയതിയിൽ മാറ്റമുണ്ടാകില്ല. ആരാണ് ഈ സ്റ്റീഫൻ നെടുമ്പള്ളി? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണൻ, ഇസ്ലാമിൽ അവൻ ഇബലീസ്, ക്രിസ്ത്യാനികൾക്കിടയിൽ അവൻ ഒരു പേരേ ഉള്ളൂ, ലൂസിഫർ. He's coming back.
മലയാളം കണ്ട ഏറ്റവും വലിയ ചിത്രത്തിന്റെ ടീസർ. എമ്പുരാന്റെ റിലീസ് തീയതി എടുക്കുമ്പോൾ നിർമ്മാണത്തിൽ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരിനൊപ്പം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനും ചിത്രം നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപനം. ഏറ്റവും ഒടുവിലെ ടീസർ റിലീസിന് പോലും ലൈക്കയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. എന്നാൽ റിലീസിന് വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലൈക്ക പിന്മാറുകയാണ്. മലയാളത്തിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ റിലീസ് ചെയ്യുന്ന ശ്രീ ഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസിനൊപ്പം ചിത്രം നിർമ്മിക്കും. കമ്മാര സംഭവം, കായംകുളം കൊച്ചുണ്ണി, 19-ാം നൂറ്റാണ്ട് തുടങ്ങി ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച ശ്രീ ഗോകുലം മൂവീസ് നിർമ്മാണത്തിൽ പങ്കാളികളാകുമ്പോൾ ആശങ്കയുടെ ഒരു വലിയ ശതമാനം നീങ്ങുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പിന്മാറ്റം എന്ത് കാരണം കൊണ്ടാണ് എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ വ്യക്തതകൾ ഒന്നുമില്ല. ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച് പേരെടുത്ത ലൈക്ക പ്രൊഡക്ഷൻസ് അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം പരാജയമായിരുന്നു. അജിത് കുമാർ ചിത്രം വിടാമുയർച്ചി, രജനീകാന്ത് ചിത്രം വേട്ടയ്യൻ, കമൽഹാസൻ ചിത്രം ഇന്ത്യൻ 2 എല്ലാം ലൈക്കയ്ക്ക് വലിയ ബാധ്യത വരുത്തിയിരുന്നു. ഇതെല്ലാം ഈ പിന്മാറ്റത്തിന് കാരണമാണോ എന്നതും ചോദ്യമാണ്. നിർമ്മാണ കമ്പനികൾ മാറുമ്പോഴും റിലീസ് തീയതിക്ക് മാറ്റമില്ലാത്തതിൽ ആശ്വാസത്തിലാണ് മോഹൻലാൽ ആരാധകർ. സ്റ്റീഫൻ നെടുമ്പള്ളിയും എബ്രഹാം ഖുറേഷിയും മാർച്ച് 27 തന്നെ റിലീസിനെത്തും. എന്റർടൈൻമെന്റ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പത്തോളജി ലാബിൽ പരിശോധനയ്ക്ക് അയച്ച ശരീരഭാഗങ്ങൾ ആക്രിക്കാരൻ കൊണ്ടുപോയതാണെന്ന് സ്ഥിരീകരിച്ചു. രോഗനിർണയത്തിനെത്തിച്ച സാമ്പിളുകൾ ഇയാളുടെ പക്കൽ നിന്നും കണ്ടെത്തി. ആക്രിയാണെന്ന് കരുതിയെടുത്തതാണെന്ന് വിൽപ്പനക്കാരൻ മൊഴി നൽകി. വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്കെതിരെ മോഷണ ശ്രമത്തിന് കേസെടുത്തു. ആശുപത്രിയിലെ ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കുന്ന ഒഴിവിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറിനെ ഉൾപ്പെടുത്തി മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൈമാറിയെന്ന് വിവരം. പട്ടികയെ ചൊല്ലി വിവിധ രാഷ്ട്രീയ കോലാഹലമുണ്ടാകാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2025 ജൂണിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിക്കും. ഈ ഒഴിവിലേക്ക് തയ്യാറാക്കിയ പട്ടികയിലാണ് അജിത് കുമാറും ഇടം പിടിച്ചിരിക്കുന്നത്. നിരവധി ആരോപണങ്ങളെ തുടർന്ന് MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. വിവിധ വിഷയങ്ങളിൽ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണവും ക്രൈംബ്രാഞ്ച് അന്വേഷണവും നടക്കുന്നുണ്ട്. 30 വർഷം IPS സർവീസ് പൂർത്തിയാക്കുന്നവരെയാണ് സംസ്ഥാന പോലീസ് മേധാവിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കിയ കേന്ദ്രത്തിന് കൈമാറിയ പട്ടികയിൽ റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, ഡൽഹി ഇന്റലിജൻസ് ബ്യൂറോ അഡീഷണൽ ഡയറക്ടർ റവാഡ A ചന്ദ്രശേഖർ, വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത, ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരുമുണ്ട്. നിലവിലെ നടപടിക്രമം അനുസരിച്ച് സംസ്ഥാന പോലീസ് മേധാവി വിരമിക്കുന്നതിന് മുന്നോടിയായി 30 വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയവരും വിരമിക്കാൻ കുറഞ്ഞത് 6 മാസം കാലാവധി ശേഷിക്കുന്നതുമായ കേരള കേഡറിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ തയ്യാറാക്കി സംസ്ഥാനം കൈമാറിയ 3 പേരുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി കേന്ദ്രം സംസ്ഥാന സർക്കാരിന് കൈമാറും. ഈ 3 പേരിൽ നിന്ന് ഒരാളെ സംസ്ഥാന സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാം. കേന്ദ്രം തയ്യാറാക്കി സംസ്ഥാനത്തിന് കൈമാറുന്ന 3 പേരുടെ പട്ടികയിൽ MR അജിത് കുമാർ ഇടം പിടിച്ചാൽ സർക്കാരിന് പോലീസ് മേധാവിയായി അജിത് കുമാറിനെ നിയമിക്കുന്നതിന് തടസ്സമില്ല. UPSC ചെയർമാൻ, വിരമിക്കുന്ന സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി, കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം സെക്രട്ടറി എന്നിവരടങ്ങിയ കമ്മിറ്റിയാണ് പട്ടികയിൽ നിന്ന് 3 പേരെ തെരഞ്ഞെടുത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറുന്നത്. സംസ്ഥാന സർക്കാർ കൈമാറിയ പട്ടികയിൽ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാളാണ്. തൊട്ടുപിന്നിൽ റവാഡ ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയ്ക്കാണ് സീനിയോറിറ്റിയിൽ 3ാം സ്ഥാനം. MR അജിത് കുമാറിന് 2025 30 വർഷം പൂർത്തിയാകും. നിതിൻ അഗർവാളിനും ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖരനും 2026 ജൂലൈ വരെ സർവീസ് ഉണ്ട്. തൊട്ടുപിന്നിലുള്ള യോഗേഷ് ഗുപ്തയ്ക്ക് 2030 വരെ സർവീസും മനോജ് എബ്രഹാമിന് 2031 വരെയും സർവീസുമുണ്ട്. MR അജിത് കുമാർ 2028 വിരമിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8220 രൂപ, പവന് 65760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6780 രൂപ, പവന് 54240 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, കിലോയ്ക്ക് 1,10,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds. Choose your special. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.